ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇക്വിറ്റി ഫിനാൻസിങ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സെക്ഷൻ ബിയിലെ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുകയായിരുന്നു. ഡെപ്റ്റ് ഫിനാൻസ് നമ്മൾ പഠിച്ചു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഇക്വിറ്റി ഫിനാൻസിങ് എന്നുള്ള ഒരു മൊഡ്യൂൾ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇക്വിറ്റി ഫിനാൻസിങ്ങിന് തന്നെ രണ്ട് തരം നമുക്ക് എടുക്കാം. പ്രിഫേർഡ് സ്റ്റോക്ക് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കോമൺ സ്റ്റോക്ക്, സാധാ ഇക്വിറ്റി ഓർഡിനറി ഷെയർസ് നമുക്ക് വാങ്ങാമെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ട്രഷറി സ്റ്റോക്സ് എന്താണെന്ന് പഠിച്ചു. ഇനി ഈ വീഡിയോയിൽ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് വേറെയും കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതിനെ നമ്മൾ ഇക്വിറ്റി ഫിനാൻസ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൺസിഡർ ചെയ്യാൻ പോവുക. ആദ്യം തന്നെ സ്റ്റോക്ക് റൈറ്റ്സ് എന്ന് പറയും, രണ്ടാമതായിട്ട് വാറൻസ് ഉണ്ടാവും, മൂന്നാമതായിട്ട് ADRs എന്ന് പറയുന്ന ഒരു കാര്യം. സ്റ്റോക്ക് റേറ്റ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോക്ക് റേറ്റ് നമ്മുടെ നാട്ടിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നതാണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റൈറ്റ് ഇഷ്യൂ നടത്തി എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് റൈറ്റ് ഇഷ്യൂ? നിങ്ങൾക്കറിയാവുന്ന റൈറ്റ് ഇഷ്യൂ എന്താ? ഒന്ന് പറഞ്ഞേ. അതെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നു? ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. എന്ത് പ്രൈസിൽ? ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്, അതും നോർമൽ പ്രൈസിനെക്കാളും കുറച്ച് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ. ഇനി ഒരു കാര്യം കൂടെ, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുക അവരുടെ ഷെയർ ഹോൾഡിംഗ് റേഷ്യോയിലായിരിക്കും. അതായത് 4 ഷെയർ ഉള്ള ഒരാൾക്ക് ഒരു ഷെയർ കിട്ടും, അല്ലെങ്കിൽ 2 ഷെയർ ഉള്ള ഒരാൾക്ക് ഒരു ഷെയർ കിട്ടും. ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ റേഷ്യോയിലായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടാവുക? പുതിയ റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നുണ്ടാവുക. സോ അതാണ് സ്റ്റോക്ക് റൈറ്റ്സിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാനുള്ളത്. ഒന്നുമില്ലടാ, കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇത്രേ ഉള്ളൂ. 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം ഷെയർസ്. നമുക്കിനിയും കുറച്ച് ക്യാപിറ്റൽ വേണം. അപ്പോൾ 1:4 റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? റൈറ്റ് ഇഷ്യൂ നടത്താൻ പോവുക. അതായത് 4 ഷെയർ ഉള്ള ഒരാൾക്ക് ഒരു ഷെയറും കൂടെ കിട്ടും. അതായത് 1 ലക്ഷം ഷെയർസ് ഉള്ളപ്പോൾ 25,000 ന്യൂ ഷെയർസും കൂടെ വരും. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ നടത്തുക എന്ന് പറയുക. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് പ്രപ്പോർഷനിൽ തന്നെ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുക. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. ആദ്യം തന്നെ എന്താണ് പറയുന്നത് നോക്കിക്കേ. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ന്യൂ ഷെയർസ്. പുതിയ ഷെയർസ് മേടിക്കാനുള്ള ഒരു റൈറ്റ് കൊടുക്കുകയാണ് ഒരു സെറ്റ് പ്രൈസിൽ. ആ സെറ്റ് പ്രൈസ് എന്നുള്ളത് എപ്പോഴും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിരിക്കും. ബിഫോർ എക്സ്പയറി, ഒരു എക്സ്പയറി ഡേറ്റും കൂടെ കൊടുക്കും. ജനറലി 3 ആഴ്ചയൊക്കെയാണ് കൊടുക്കുക. 3 വീക്സ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ കമ്പനി വന്ന് പറയുകയാണ്, ഞങ്ങൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവുക. ഇത് വേണമെങ്കിൽ നിങ്ങൾ തന്നെ മേടിച്ചോ. ആദ്യം തന്നെ നമുക്കൊരു ഓഫർ തരും. അതിൻ്റെ പേരാണ് പ്രിയംറ്റീവ് റൈറ്റ്സ് എന്ന് പറയും. പ്രിയംറ്റീവ് റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ന്യൂ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ ആദ്യം തന്നെ അവർക്ക് ഷെയർ കിട്ടാൻ, അവർക്ക് ഷെയർ ഓഫർ ചെയ്യണം. അതിനെയാണ് പ്രിയംറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതെന്തിനായിരിക്കും? അവരുടെ ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് ഡൈല്യൂട്ടായി പോവാതിരിക്കാൻ വേണ്ടി. അതായത് ടോട്ടൽ 100 ഷെയർ ആണുള്ളത്, ടോട്ടൽ 100 ഷെയർ ആണുള്ളത്. ഒരാൾ 30 ഹോൾഡ് ചെയ്യുന്നു, മറ്റൊരാളും 30 ഹോൾഡ് ചെയ്യുന്നു, ഒരാൾ 40 ഹോൾഡ് ചെയ്യുന്നു. ഇനി അടുത്തൊരു 100 ഷെയർ വന്നാൽ ഇതേ പ്രപ്പോർഷനിൽ തന്നെ പോയാലല്ലേ അവർക്ക് ഈ എക്ക്, ബിക്ക്, സിക്ക്, എക്ക് 30% ഹോൾഡിംഗ് ഉണ്ട്, ബിക്കും 30% ഹോൾഡിംഗ് ഉണ്ട്, സിക്ക് 40% ഹോൾഡിംഗ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ? അവരുടെ ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ അവരുടെ കൺട്രോള് ഡൈല്യൂട്ടായി പോകാൻ പാടില്ല.
അവരുടെ ആ കമ്പനിയിലുള്ള കൺട്രോള് ഡൈല്യൂട്ട് ആയി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രിയംറ്റീവ് റൈറ്റ്സ് കിട്ടുക. പ്രിയംറ്റീവ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ന്യൂ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ, ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർ വരുമ്പോൾ ആദ്യം തന്നെ ആർക്ക് ഓഫർ ചെയ്യണം? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യണം. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇവർക്കായിരിക്കും ആദ്യം ഓഫർ ചെയ്യുന്നുണ്ടാവുക. അതും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും ഓഫർ ചെയ്യുന്നുണ്ടാവുക. ജനറലി ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. യൂഷ്വലി അതിൽ 3 വീക്സ് ആണ് വരാറ്. സോ പറയും 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ മേടിക്കാമെങ്കിൽ മേടിച്ചോ ഈ കുറഞ്ഞ പ്രൈസിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തു കൊടുക്കും, പുറത്തുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുറത്തുള്ള എക്സ്റ്റേണൽ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. ഇനി അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ റൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ സെല്ല് ചെയ്യാം. ഇപ്പം എക്ക് കിട്ടിയേക്കുന്ന ഒരു റൈറ്റ്സ് ഉണ്ട്, ഇത് എക്ക് വേണമെങ്കിൽ ഡിക്ക് കൊടുക്കാം. ഡി അങ്ങനെ ആ ഷെയർ മേടിക്കുകയാണെങ്കിൽ ഡിക്ക് ഏത് പ്രൈസിലായിരിക്കും കിട്ടുക? ആ ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും ഡിക്കും കിട്ടുന്നുണ്ടാവുക. സോ അവരുടെ റൈറ്റ് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനും പറ്റും? ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. നോക്കിക്കേ, യൂഷ്വലി ഗിവൺ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് സാധാരണ കൊടുക്കാറ്. അതിനെയാണ് പ്രിയംറ്റീവ് റൈറ്റ്സ് എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഓണർഷിപ്പിൻ്റെ പേഴ്സൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സബ്സ്ക്രിപ്ഷൻ പീരീഡ് എന്ന് പറയുന്നത് കണ്ടോ, യൂഷ്വലി 3 വീക്സ് ആയിരിക്കും. 3 വീക്സോ അല്ലെങ്കിൽ അതിൽ താഴെയോ. ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ലാസ്റ്റ് ലൈനിലേക്ക് പോവാം. ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ വേണമെങ്കിൽ ഈ റൈറ്റ് ഇഷ്യൂ മേടിക്കാം. എക്സസൈസ് ചെയ്തെടുക്കുക, അവർക്ക് തന്നെ വേണമെങ്കിൽ ഈ റൈറ്റ് ഇഷ്യൂ മേടിക്കാം. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് കിട്ടിയ റൈറ്റ്സ് അവർക്ക് സെല്ല് ചെയ്യാം. ഇവിടെ എ ഡിക്ക് സെല്ല് ചെയ്ത പോലെ, എ മുന്നേ ഡിക്ക് സെല്ല് ചെയ്തില്ലേ അവരുടെ റൈറ്റ്സ്, അതുപോലെ വേണമെങ്കിൽ റൈറ്റ്സ് സെല്ല് ചെയ്യാം. അല്ലെങ്കിൽ ലെറ്റ് എക്സ്പയർ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾ സെല്ല് ചെയ്യുന്നില്ല, ഞങ്ങൾ ഈ റൈറ്റ് ഇഷ്യൂ മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പുറത്ത് ആർക്കെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ് എക്സ്പയർ ചെയ്യാൻ വേണ്ടി വിടാം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റൈറ്റ് ഇഷ്യൂവിനെ പറ്റി ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ ഹോൾഡിംഗ് പ്രപ്പോർഷനിൽ തന്നെ എന്ത് കൊടുക്കുന്നു? പുതിയ ഷെയർ ഓഫർ ചെയ്യുന്നു, അതും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ. അവർക്ക് വേണമെങ്കിൽ അത് എക്സസൈസ് ചെയ്ത് ആ ഷെയർസ് മേടിക്കാം, അല്ലെങ്കിൽ ആ റൈറ്റ്സ് വേറൊരാൾക്ക് വിൽക്കാം. അതും അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് എക്സ്പയർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. സോ ഈ 3 കാര്യങ്ങളാണ് അവരുടെ ഓപ്ഷൻസ് ആയിട്ട് വരിക. ഇനിയുള്ളതാണ് നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ളത്. ജസ്റ്റ് ഈ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഫോർമുല ഒന്നും ഇല്ലാതെ എങ്ങനെ ലോജിക്കലി ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ വാല്യുവേഷൻ നടത്തുക. ഈ കൊടുക്കുന്ന റൈറ്റിന് എന്തോരം വാല്യൂ ഉണ്ടെന്നറിയണ്ടേ? വാല്യൂ ഓഫ് റൈറ്റ് അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ചോദ്യം. കണ്ടോ, VR എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് 1 റൈറ്റാണ്. ഇതിനൊരു ഫോർമുല വരുന്നുണ്ട്, P0 മൈനസ് PN ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. P0 മൈനസ് PN ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. P0 എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇപ്പം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസിനെയാണ് P0 എന്ന് പറയുക. PN എന്ന് പറഞ്ഞാൽ ആ ഡിസ്കൗണ്ടഡ് പ്രൈസ്, ന്യൂ പ്രൈസ്. ഇപ്പോൾ ഒരു 100 റുപ്പീസിൻ്റെ ഷെയർ ആയിരിക്കും, എന്നിട്ട് പറയുകയാണ് ഈ 100 റുപ്പിയുടെ ഷെയർ നിങ്ങൾക്ക് 90 റുപ്പീസിന് തരാം, 100ൻ്റെ ഷെയർ 90ക്ക് തരാം. 100 ആയിരിക്കും P0, 90 എന്നുള്ള P1 ആയിരിക്കും ഡിസ്കൗണ്ടഡ് പ്രൈസ്. ഓക്കെ അല്ലേ? R എന്ന് പറഞ്ഞാൽ എത്ര ഷെയർ നിങ്ങൾക്കുണ്ടെങ്കിലാണ് ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടുക. ചിലപ്പോൾ പറയും 1:2 ആണ് റേഷ്യോ. അതായത് 2 ഷെയർ എക്സിസ്റ്റിംഗ് ആയിട്ട് 2 ഷെയർ നിങ്ങൾക്കുണ്ടെങ്കിലേ ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടൂ. ചിലപ്പോൾ പറയും 1:4. അങ്ങനെയാണെങ്കിൽ 4 എക്സിസ്റ്റിംഗ് ഷെയർസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് റൈറ്റ് ഇഷ്യൂ കിട്ടുള്ളൂ. സോ R എന്ന് പറയുന്നത് എത്ര ഷെയർസിനാണ് ഒരു ഷെയർ റൈറ്റ് ഇഷ്യൂ ആയിട്ട് കിട്ടുന്നത്. P0 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂവിന് മുമ്പുള്ള പ്രൈസ്. PN എന്ന് പറഞ്ഞാൽ ആ ഡിസ്കൗണ്ടഡ് പ്രൈസ്, റൈറ്റ് ഇഷ്യൂ നടത്തുന്ന പ്രൈസ്. സോ ഇതാണ് ഫോർമുല വരുന്നത് റൈറ്റ് കണ്ടുപിടിക്കാൻ. ഇത് എന്ത് റൈറ്റ്സ് ആണെന്ന് വെച്ചാൽ റൈറ്റ്സ് ഓൺ വാല്യുവേഷൻ എന്ന് പറയും. അതായത് ഈ റൈറ്റ് ഇഷ്യൂ മേടിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്ന എക്സ് റൈറ്റ് എന്ന് പറയും. അതായത് ഇത് മേടിച്ചു, ഈ റൈറ്റ് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന്. അവിടെ വരിക ഈ PN ഇല്ലേ, അതായത് സബ്സ്ക്രിപ്ഷൻ പ്രൈസിനെയാണ് നമ്മൾ PN എന്ന് പറയുക. അതായത് ന്യൂ പ്രൈസ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ കഴിയുമ്പോൾ ഈ മാർക്കറ്റ് വാല്യൂവിൽ ചെറിയൊരു ഇടിവുണ്ടാവും. അതിനെയാണ് പ്രൈസ് എക്സ് എന്ന് പറയും.
പ്രൈസ് എക്സ് എന്ന് പറയും. അതായത് എക്സ് എന്താ പറയുക, റൈറ്റ് ഇഷ്യൂ കഴിഞ്ഞിട്ട് എത്രയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ, അതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക് എക്സ് റൈറ്റ് ഡിവൈഡഡ് ബൈ ആറ് തന്നെ നമ്മുടെ മുകളിലത്തെ എത്ര ഷെയർസ് ഉണ്ടെങ്കിലാണ് ഒരു ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റേതായ മെത്തേഡിലും നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇതൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡും ഉണ്ട്. ആദ്യം എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, ഹോക്കിലൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഓൺ ഈസി സിമ്പിൾ മെത്തേഡ് ഉണ്ട്, അതും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നോക്കാം. മെഡീന കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ്. കറൻ്റ്ലി അവർക്ക് 5 ലക്ഷം ഷെയർസ് ഉണ്ട്. 5 മില്യൺ ഷെയർസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്. അവർക്ക് ഇനിയും 1 മില്യൺ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ മാർക്കറ്റ് പ്രൈസ് P0 നമുക്ക് കിട്ടിയിട്ടുള്ള P0 കിട്ടി എത്രയാ, 50 ആണ്. P0 50 ആണ്. $50 വിറ്റുകൊണ്ടിരിക്കുന്നത്. പുതിയത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് P1 കിട്ടി 40 40 അവർ പുതിയത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കറൻ്റ്ലി വിറ്റുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന P0 എന്ന് പറയുന്നത് 50 ആണ്. അവർ വിൽക്കാൻ പോകുന്ന പ്രൈസ്, റൈറ്റ് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന പ്രൈസ് PN എന്നുള്ളത് എന്താണ്, 40 ആണ്. PN എന്നുള്ളത് 40 ആണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പറയുന്നത്. 1 റൈറ്റ് വിൽ ബി ഇഷ്യൂഡ് ഫോർ 2 റൈറ്റ്സ്. മനസ്സിലായോ? 2 ഇഷ്യൂ നമുക്ക് വേണം. അതായത് 1:2 ആണ് റേഷ്യോ വരിക. 1:2 ആണ് റേഷ്യോ വരിക. 2 ഷെയർ ഉള്ള ഒരാൾക്കാണ് ഇവരെന്ത് കൊടുക്കുക, 1 ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയില്ലടാ. P0 മൈനസ് PN ഡിവൈഡഡ് ബൈ R+1. P0 എന്ന് പറയുന്നത് എത്രയാ, 50 ആണ്. അതിൽ നിന്ന് 40 കുറയ്ക്കുക, 10 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 2 + 1 2 ഷെയർ ഉള്ള ഒരാൾക്കാണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുക. സോ 10 ഡിവൈഡഡ് ബൈ 3.33 ആയിരിക്കും വാല്യൂ ഓഫ് റൈറ്റ്. ഇതാണ് ഇവിടെ ഇവർ ചെയ്തു വെച്ചേക്കുന്നതും. 3.33 ആയിരിക്കും വാല്യൂ ഓഫ് 1 റൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ഫോർമുല വെച്ച് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ലോജിക്കലി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക്. ലോജിക്കലി അല്ലെങ്കിൽ കൺസെപ്ച്വലി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഷെയർസും എഴുതി, അതിൻ്റെ വാല്യൂ എഴുതി. ഓക്കെ ആണല്ലോ. 2 ഷെയർ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 50 രൂപയ്ക്ക് അവർ മേടിച്ചതാണ് അല്ലേ. റൈറ്റ് ഇഷ്യൂവിനൊക്കെ മുമ്പ് 2 ഷെയർ ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് ഇഷ്യൂവിനൊക്കെ മുമ്പ് 2 ഷെയർ ആണ് അവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഒരു ഷെയർ റൈറ്റ് ഇഷ്യൂ ആയിട്ട് വന്നു. അത് എത്രയ്ക്കാടാ, 40. സോ നോക്കിയാൽ 2 ഷെയർ 50 വാല്യൂ ഉള്ളതുകൊണ്ട് ഒരു ഷെയർ 40 വന്നു. സോ ടോട്ടൽ ഒന്ന് നോക്കിക്കേ. 2 × 50 100, 1 × 40 സോ 140 ആണ് 3 ഷെയറിൻ്റെ വാല്യൂ. സോ ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാടാ, 140 ഡിവൈഡഡ് ബൈ 3 46.66 എന്ന് കിട്ടി. 46.66 എന്ന് കിട്ടി. ഇതിനെയാണ് ടെർപ്പ് എന്ന് പറയുക. ഈ ടേം പഠിച്ചു വെച്ചോ, ഇതിനെയാണ് ടെർപ്പ് എന്ന് പറയുക. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായില്ലേ? വളരെ സിമ്പിളി ആലോചിച്ച് നോക്ക്. 2 ഷെയർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 50 അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ്. സോ 100 വാല്യൂ. ഒരു റൈറ്റ് ഇഷ്യൂ വന്നു. 2:1 റേഷ്യോയിലാണല്ലോ. ഒരു റൈറ്റ് ഇഷ്യൂ വന്നത് $40. സോ ടോട്ടൽ 3 ഷെയർ ഇപ്പോൾ ഉണ്ട്. 50ൻ്റെ 2 എണ്ണവും 40ൻ്റെ 1 എണ്ണവും. സോ 140 വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ട്. 140 ഡിവൈഡഡ് ബൈ 3. ആവറേജ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാടാ, 46.66 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ 50, ഇപ്പോൾ ഉള്ള വാല്യൂ 46.66. എത്ര കുറഞ്ഞു? 3.33 കുറഞ്ഞു. 3.33 കുറഞ്ഞു. ഇതല്ലേ ആ റൈറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു റൈറ്റ് ഇഷ്യൂ വന്നുകൊണ്ട് 50 എന്നുണ്ടായിരുന്ന ഷെയറിൻ്റെ വാല്യൂ ഇപ്പോൾ ആവറേജ് 46.66 എത്തി. ഒരു ഷെയറിൻ്റെ വാല്യൂ 3.33 ആണ് കുറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഫോർമുല വെച്ച് 3.33. ഇതേ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് രണ്ടാമത്തെ ഫോർമുലയിൽ ഒന്ന് ഇട്ട് നോക്കാം. രണ്ടാമത്തെ ഫോർമുലയിൽ എക്സ് റൈറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു?
മാർക്കറ്റ് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് എക്സ് റൈറ്റ്, അതായത് എക്സ് റൈറ്റ് കഴിയുമ്പോൾ ഉള്ള വാല്യൂ, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 46.66 എന്നുള്ളത്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? സബ്സ്ക്രിപ്ഷൻ പ്രൈസ്, അതായത് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തുന്ന പ്രൈസ് 40 ഡിവൈഡഡ് ബൈ എത്ര ഷെയർസ് ഉണ്ടെങ്കിലാണ് ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടുക? 2 ഷെയർ ഉണ്ടെങ്കിലാണ് കിട്ടുക. സോ 6.66 ഡിവൈഡഡ് ബൈ 2 3.33. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അല്ല, ഒന്നല്ലെങ്കിൽ ഈ ഫോർമുല വെച്ച് ചെയ്യുക, P0 മൈനസ് PN ഡിവൈഡഡ് ബൈ R+1, അല്ലെങ്കിൽ ഈ എക്സ് റൈറ്റ് വെച്ച് ചെയ്യാം. 46.66 കണ്ടുപിടിക്കുക, അതിൽ നിന്ന് റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസായ 40 മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര ഷെയർ ഉള്ളവർക്കാണ് ഒരു ഷെയർ കിട്ടുന്നത്? 2. 6.66 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, 3.33 കിട്ടും. ഇതൊന്നും അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്ന കൺസെപ്ച്വലി ഉള്ള മെത്തേഡ്. 2 ഷെയർ 50-ൻ്റെ ഉണ്ട്, 1 ഷെയർ 40-ൻ്റെ ഉണ്ട്. സോ ടോട്ടൽ 3 ഷെയർ ആണുള്ളത്, അതിൻ്റെ വാല്യൂ 140 ആണ്. ആവറേജ് 46.66. 50 എന്നുണ്ടായിരുന്ന വാല്യൂ 46.66 എത്തി. 3.33 ആണ് ഈ റൈറ്റ് ഇഷ്യൂ കാരണം വാല്യൂ കുറഞ്ഞത്. സോ 3.33 ആണ് വാല്യൂ ഓഫ് 1 റൈറ്റ്. സോ ക്ലിയർ അല്ലേ? ഇതാണ് ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഏതാടാ? സ്റ്റോക്ക് റൈറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് റൈറ്റ് എന്തൊക്കെയാണ് പഠിച്ചത്? റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് പഠിച്ചു. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ അവർ ഏത് പ്രൊപ്പോർഷനിലാണോ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അതേ പ്രൊപ്പോർഷനിൽ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഷെയർസ് കൊടുക്കുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുക. അതിൽ നിന്ന് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാനും പഠിച്ചു. P0 മൈനസ് PN ഡിവൈഡഡ് ബൈ R+1. അല്ല, എക്സ് റൈറ്റ് വെച്ചാൽ കണ്ടുപിടിക്കുന്നതെങ്കിൽ PX, അതായത് റൈറ്റ് ഇഷ്യൂ കഴിയുമ്പോഴുള്ള പ്രൈസ്, നമ്മുടെ എക്സാമ്പിൾ പ്രകാരം 46.66 മൈനസ് PN തന്നെ 40 ഡിവൈഡഡ് ബൈ R, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച മൂന്നാമത്തെ ഒരു മെത്തേഡ്. സോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. വാറൻസ് ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വാറണ്ട് സെർച്ച് വാറണ്ടൊന്നും അല്ല, നമ്മൾ ബോണ്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? വാറൻസ് ഇഷ്യൂ ചെയ്യാം. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ് വാറൻസ് എന്ന്. അതേ കാര്യമാണ് ഇവിടെ വരുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, എവിടെ ESOP നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ ESOP എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ ESO എന്ന് പറയും. വാറൻസ് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നു, വെരി സിമിലർ ടു റൈറ്റ്സ് ബട്ട് നോട്ട് ടൈഡ് ടു കറണ്ട് ഷെയർ ഹോൾഡിംഗ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ESOP ആണെങ്കിലും ശരി, വാറൻസ് ആണെങ്കിലും ശരി, കറണ്ട് ഷെയർ ഹോൾഡിംഗ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം കറൻ്റ്ലി എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇത്ര പ്രപ്പോർഷൻ കിട്ടും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത് അതും അല്ല. സോ അതാണ് ആദ്യം വരുന്ന ഡിഫറൻസ്. ESOP എന്താണെന്ന് നോക്കാം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഡയറക്ടർ വന്ന് പറയുക, നിങ്ങൾക്ക് സാലറി മാത്രമല്ല, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ കൂടി തരാം. അപ്പം രണ്ട് ആൾക്കാർക്കും വിൻ സിറ്റുവേഷൻ അല്ലേ? നമ്മുടെ എംപ്ലോയി എന്ത് വിചാരിക്കും? കമ്പനിയുടെ ഷെയറോടെ കിട്ടുക, നല്ല അടിപൊളി കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അതിന് നല്ല വാല്യൂ ഉണ്ടാവും, ഭാവിയിലും കമ്പനി ഗ്രോത്തിലേക്കാണ് പോകുന്നത്, ഭാവിയിൽ ഞാൻ ഈ ഷെയർസ് വിറ്റാലും എനിക്ക് എന്ത് കിട്ടും? അത്യാവശ്യം നല്ല പൈസ കിട്ടും. മോട്ടിവേറ്റഡായി എംപ്ലോയർ എന്ത് ചിന്തിക്കും? അപ്പം ഇനി അവൻ വർക്ക് ചെയ്യുന്നത് സാലറിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എംപ്ലോയി വർക്ക് ചെയ്യുന്നത് സാലറിക്ക് വേണ്ടി മാത്രമല്ല, എന്തിനും കൂടെ വേണ്ടിയിട്ടാ? കമ്പനി നന്നാവാൻ വേണ്ടിയിട്ടും കൂടെയാണ്. കാരണം കമ്പനി നന്നായാൽ എന്താ? അവൻ്റെ കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ പ്രൈസും കൂടും. ഇതാണ് ESOP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി ഹാപ്പിയാണ്, കമ്പനിയുടെ കുറച്ച് ഓണർഷിപ്പ് ഷെയർ ആയിട്ട് കിട്ടുന്നു. എംപ്ലോയറും ഹാപ്പിയാണ്, അയാൾ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ, സ്റ്റോക്കിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളത് ഇപ്പം ആ എംപ്ലോയിയുടെ കൂടി ആവശ്യമാണ്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളും. ഇതാണ് ESOPയുടെ ബേസിക് കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? നമുക്ക് വായിച്ചു നോക്കാം. ESO എന്ന് പറയുന്നത് കണ്ടോ, കോമ്പൻസേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസിന് വെറുതെ ബോണസ് ആയിട്ട് കൊടുക്കുന്നതാണ്. എന്ത്? ഷെയർ തന്നെ. കണ്ടോ, ഇൻസെൻറ്റീവൈസ് ഹയർ ഷെയർ പ്രൈസ്. ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുന്നതാണ് ഹയർ പ്രൈസിലുള്ള ഷെയർസ്. ഓക്കെ, ക്യാപിറ്റൽ റൈസ് ആവുക എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമാണ്.
ESOP എന്നുള്ളത് ഓപ്ഷൻസ് ആണ്. കണ്ടോ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ്. ആ എംപ്ലോയിക്ക് ആ ഷെയർ കിട്ടുമ്പോൾ ആ എംപ്ലോയി ആ ഷെയർ എടുക്കുമ്പോഴാണ് ക്യാപിറ്റൽ റേസ് ആകുന്നുള്ളൂ, ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി വാറൻസ് എന്താണെന്ന് നോക്കാം. ഇതേ ലോങ് ടേം ഓപ്ഷൻ ടു ബൈ ഷെയർസ് അറ്റ് ഫിക്സഡ് പ്രൈസ്. ഇതാണ് നമ്മൾ അവിടെ പഠിച്ചത്, വാറൻസിന് നമ്മൾ പഠിച്ചത്. ചിലപ്പോൾ ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വാറണ്ടും കൂടെ കൊടുക്കും. വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ലടാ, ഒരു ഓപ്ഷനാണ്. നിങ്ങളിപ്പോൾ ബോണ്ട് മേടിച്ചോ, ഭാവിയിൽ വേണമെങ്കിൽ ഇതിന് പകരം ഞങ്ങൾ കുറച്ച് ഷെയർസും തന്നേക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് എന്തിനായിരിക്കും വാറൻസ് കൊടുക്കുന്നത്? ബോണ്ടൊക്കെ കുറച്ചുകൂടെ ചീപ്പർ പ്രൈസിൽ കിട്ടാൻ. നോർമലി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 8%. വാറണ്ട് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയും 5% മതി, കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓണർഷിപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് വാറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ലോങ് ടേം ഓപ്ഷൻ ടു ബൈ ഷെയർസ് അറ്റ് ഫിക്സഡ് പ്രൈസ്. മുന്നേ തീരുമാനിച്ചിട്ടുള്ള ഒരു ഫിക്സഡ് പ്രൈസിൽ ഷെയർസ് ബൈ ചെയ്യാനുള്ള ഓപ്ഷനെയാണ് വാറൻസ് എന്ന് പറയുക. മേ ബി അറ്റാച്ച്ഡ് ടു ബോണ്ട്സ് ടു ലോവർ ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ബോണ്ടുകളുടെയൊക്കെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് വാറൻസ്. കണ്ടോ, വാല്യൂ ആഡഡ് ടു ഇൻവെസ്റ്റർക്ക് എക്സ്ട്രാ ഒരു വാല്യൂം കൂടെ കിട്ടുകയല്ലേ, അതായത് ചിലപ്പോൾ ഓണർ ആവാനുള്ള ഒരു ഓപ്ഷനും കൂടെ കിട്ടുകയല്ലേ. അതാണ് സംഭവം. ഡിറ്റാച്ചബിൾ വാറൻസ് ഉണ്ട്, നോൺ ഡിറ്റാച്ചബിൾ വാറൻസ് ഉണ്ട്. ഡിറ്റാച്ച് ചെയ്യുക അർത്ഥം എന്താ? സെപ്പറബിൾ ആണ്, സെപ്പറേറ്റ് ആക്കാൻ പറ്റും. അതായത് ബോണ്ട് വേറെ, വാറൻസ് വേറെ, ഇങ്ങനെ സെപ്പറേറ്റ് വാല്യൂ ഉണ്ടാവും രണ്ടിന്. ബോണ്ടിന് ഒരു വാല്യൂ ഉണ്ടാവും, വാറൻസിന് ഒരു വാല്യൂ ഉണ്ടാവും. വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് നമുക്ക് ഡീൽ ചെയ്യാനും പറ്റും. വാറൻസ് വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്തിട്ട് നമുക്ക് ബോണ്ട് മാത്രം വെക്കാം, അല്ലെ ബോണ്ട് നമുക്ക് തിരിച്ച് റീപേ ചെയ്തിട്ട് വാറൻസ് മാത്രം വെക്കാം. അങ്ങനെ ഡിറ്റാച്ച് ചെയ്യാം. സെപ്പറബിൾ ആയിട്ടുള്ളതിനാണ് ഡിറ്റാച്ചബിൾ വാറൻസ് എന്നുള്ളത്. കണ്ടോ, ക്യാൻ ട്രേഡ് സെപ്പറേറ്റ്ലി ഫ്രം ബോണ്ട്. ബോണ്ടിനെ കൂടാതെ തന്നെ ഈ വാറൻസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ എന്താണ്, ആ വാറണ്ടിന് മാത്രം ഒരു വാല്യൂ ഉണ്ട്, സെപ്പറബിൾ ആണ്. വാറണ്ടിന് ഒരു വാല്യൂ ഉണ്ട്, ബോണ്ടിന് ഒരു വാല്യൂ ഉണ്ട്. അടുത്തത് നോൺ ഡിറ്റാച്ചബിൾ വായിക്കി. ഇൻസെപ്പറബിൾ ഫ്രം ബോണ്ടാണ്. എപ്പോഴും ഇങ്ങനെ ഇരിക്കും, നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ബോണ്ടിൻ്റെ കൂടെ ഇരുന്നാൽ മാത്രമേ ഈ വാറണ്ടിന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ഓക്കെ അല്ലേ? ഇനി സ്റ്റാൻഡ് അലോൺ വാറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ബോണ്ടിൻ്റെ കൂടെയോ അങ്ങനെ ഒന്നും ഇഷ്യൂ ചെയ്യുന്നതല്ല. അല്ലാണ്ട് പുറത്തുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പേയ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മോട്ടിവേറ്റീവ് പാക്കേജ് പോലെ കൊടുക്കുന്നതാണ് സ്റ്റാൻഡ് അലോൺ വാറൻസ് എന്നുള്ളത്. അതിലെന്തായിരിക്കും, ബോണ്ടിൻ്റെ കൂടെ ഒന്നും ഇഷ്യൂ ചെയ്യുന്നതല്ല. സോ ഇത് വളരെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിന് അർഹിക്കുന്ന വെയിറ്റേജ് മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് ബേസിക് നോളജ് മാത്രം ഉണ്ടാക്കി വെക്കുക. വാല്യൂ ഓഫ് റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽക്കുലേഷൻ വാല്യൂ ഓഫ് റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ESOP എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വാറൻസ് എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ADR, അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. ഒന്ന് വായിച്ചു നോക്കിക്കാടാ. allows foreign companies to trade in US market without ഷെയർ മാർക്കറ്റിലൊന്നും രജിസ്റ്റർ ചെയ്യാതെ, SEC രജിസ്ട്രേഷൻ, ഷെയർ മാർക്കറ്റിലൊന്നും രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഫോറിനിലുള്ള കമ്പനീസിൽ US മാർക്കറ്റിൽ വന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതാണ് ADR, അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ്. എന്താടാ, ഫോറിനിലുള്ള കമ്പനി, ഇത് US-ലുള്ള ഒരു കമ്പനിയാണ്, ഇത് UK-യിലുള്ള ഒരു കമ്പനിയാണ്. ഇവർക്ക് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യണം, പക്ഷേ അവർക്ക് രജിസ്റ്റർ ചെയ്യാനും കമ്പനി രജിസ്റ്റർ ചെയ്യാനോ ഷെയർ മാർക്കറ്റ് രജിസ്റ്റർ ചെയ്യാനോ ഒന്നും താല്പര്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ UK-യിലുള്ള കമ്പനി US-ൻ്റെ ഒരു ബാങ്കിൽ വരും. US-ൻ്റെ ബാങ്കിൽ വന്ന് അവരുടെ കുറച്ച് ഷെയർസ് എന്ത് ചെയ്യും, അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പം US-ലുള്ള ബാങ്ക് എന്ത് ഇഷ്യൂ ചെയ്യും? ADR. കോൺസെപ്റ്റ് മനസ്സിലായോ? UK-യിലുള്ള ഒരു കമ്പനിക്ക് US-ൽ വന്ന് ട്രേഡിങ് ചെയ്യണം, പക്ഷെ അവർക്ക് SEC രജിസ്ട്രേഷനോ കമ്പനി രജിസ്ട്രേഷനോ ഒന്നും US-ൽ എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? UK-യിലുള്ള കമ്പനി US-ൻ്റെ ബാങ്കിൽ വന്ന് അവരുടെ കുറച്ച് ഷെയർസ് അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് US ബാങ്ക് എന്ത് ചെയ്യും? ഓക്കെ, ഇവർ ഇത്രയും ഷെയർസ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിൻ്റെ ADR ഇഷ്യൂ ചെയ്യും. ആ ADR വെച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും.
വളരെ വെയിറ്റേജ് കുറഞ്ഞ ഏരിയയാണ്. ജസ്റ്റ് നോളജ് പർപ്പസിന് വേണ്ടി അറിഞ്ഞിരിക്കുക. കണ്ടോ, ഫോറിൻ ഷെയർസ് ഡിപ്പോസിറ്റഡ് ഇൻ US ബാങ്ക് ഇഷ്യൂസ് ADRs. ഫോറിൻ കമ്പനീസ് വന്ന് US ബാങ്കിൽ വന്ന് എന്ത് ചെയ്യും, ഷെയർസ് ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാങ്കുകൾ എന്ത് ഇഷ്യൂ ചെയ്യും, ADR ഇഷ്യൂ ചെയ്യും. ADR ട്രേഡ് ഇൻ US സെക്കൻഡറി മാർക്കറ്റ്സ്. പ്രൈമറി മാർക്കറ്റിൽ കൊണ്ടുപോയി ഈ ADR വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി മാർക്കറ്റിൽ കൊണ്ടുപോയി ഈ ADR വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡറി മാർക്കറ്റിലെ ADR വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, സിംപ്ലിഫൈസ് US ഇൻവെസ്റ്റർ ആക്സസ് ടു ഫോറിൻ സ്റ്റോക്സ്. ഒന്നുമില്ല, യുഎസിലുള്ള ഒരാൾക്ക് ഫോറിനിലെ ഒരു കമ്പനിയുടെ ഷെയർസ് മേടിക്കണം. അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ADR ഉണ്ടെങ്കിൽ എന്തായി, അത് സിംപ്ലിഫൈ ആയി. കാരണം എന്താ, ഫോറിൻ കമ്പനി അവരുടെ ഷെയർ കൊണ്ടുവന്ന് US ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. US ബാങ്ക് എന്ത് ചെയ്യാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ADR ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആ ADR മേടിച്ചാൽ ഇൻഡയറക്ട്ലി UK ആ കമ്പനിയിലല്ലേ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ അതാണ് ADR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നിങ്ങളുടെ ഹോക്ക് മെറ്റീരിയലിലെ യൂണിറ്റ് 12 ആണ്. യൂണിറ്റ് 12 സ്റ്റോക്ക് റൈറ്റ് ഇഷ്യൂ എന്താണ്, വാറൻസും ADRസും എന്താണ്, ESOs എന്താണെന്നുള്ളത്. സോ ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക. 100% ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വാല്യൂ ഓഫ് റൈറ്റിൻ്റെ കമ്പ്യൂട്ടേഷന് മാത്രം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ പെട്ടെന്ന് തന്നെ ഇത് മൊത്തത്തിൽ ഒന്ന് വായിച്ച്, ഈ ഷോർട്ട് നോട്ട്സും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. വായിച്ച് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കുക. എന്നിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകും. അടുത്ത വീഡിയോയാണ് കിഡിലൻ വീഡിയോ. ഏതാ കിഡിലൻ ചാപ്റ്ററാണ് വരാൻ പോകുന്നത്? ഏതാ പറയണ്ട, നെക്സ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, ഗുഡ് ലക്ക്.